തിരുവനന്തപുരം മാമയഴഞ്ചാൻ തോട്ടിൽ കാണാതായ തൊഴിലാളിക്കായി തിരച്ചിലിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയായി. രണ്ടാം ഘട്ടത്തിൽ വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ജെറ്റ് പമ്പുകൾ ഉപയോഗിച്ചുള്ള ടണലിലെ മാലിന്യം തള്ളി നീക്കാൻ ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെടുകയാണ്. കൂടുതൽ ശക്തിയുള്ള വാട്ടർ ജെറ്റ് പമ്പുകൾ എത്തിച്ച ശേഷം ഫ്ലഷിംഗ് പുരോഗമിക്കും. വിശദാംശങ്ങൾ ബിനോയ് നൽകും. ബിനോയ്, എന്തായാലും ആദ്യഘട്ടം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? മറ്റ് വിവരങ്ങൾ? രണ്ടാം ഘട്ടത്തിലാണ് ആമയിഴഞ്ചാം തോട്ടിലെ മാലിന്യങ്ങൾ നീക്കുന്നതിന് വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റിയുടെ കൈവശമുള്ള 2 ജെറ്റ് പമ്പുകൾ ഉപയോഗിച്ച് വെള്ളം ശക്തിയായി പമ്പ് ചെയ്ത് മാലിന്യം മുമ്പോട്ട് തള്ളാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ മാലിന്യങ്ങൾ വളരെയധികം കൂടുതലുണ്ടായ സാഹചര്യത്തിൽ അത് നടന്നില്ല. ചെറിയ തോതിൽ വെള്ളം മാത്രമാണ് മാറിയത്. അതുകൊണ്ട് നടക്കില്ല എന്ന് മനസ്സിലായി. തൊട്ടു പിന്നാലെ ഇപ്പോൾ അരുവിക്കര ഡാമിൽ നിന്നും അവരുപയോഗിക്കുന്ന ശക്തിയേറിയ ഒരു 2 മോട്ടോറുകൾ കൂടി കൊണ്ടുവന്ന് ടണലിലേക്ക് വെള്ളം പമ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നീക്കം. അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ അതും തുടങ്ങും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുമെങ്കിലും സ്കൂബ ഡൈവിംഗ് സംഘം നടത്തുന്ന തിരച്ചിൽ ഇപ്പോഴും വിവിധ സ്ഥലങ്ങളിലായി തുടരുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ നേവിയുടെ സംഘവും തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള തിരച്ചിൽ അവരും തുടങ്ങും. അത്തരത്തിൽ വിപുലമായ തരത്തിലുള്ള ഒരു തിരച്ചിൽ തുടരാൻ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. കാരണം ഇടയ്ക്ക് നിർത്തിവെക്കുന്ന രീതി ശരിയല്ല എന്ന് എല്ലാവരുടെയും ഭാഗത്ത് അഭിപ്രായം വരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെയും സ്കൂബ ഡൈവിംഗ് ടീം രാവിലെ മുതൽ തന്നെ വലിയ തരത്തിലുള്ള തിരച്ചിൽ നടത്തിയിരുന്നു. വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ആണ് തിരച്ചിൽ നടത്തിയത്. പ്രത്യേകിച്ചും കൊല്ലം, തിരുവനന്തപുരം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധരാണ് ഇവിടെ എത്തിയത്. അവരെത്തിയ ഉടൻ തന്നെ ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിരുന്നു. പല സ്ഥലങ്ങൾ, അതായത് ഈ ടണലിന് 150ഓളം മീറ്റർ ദൈർഘ്യമുണ്ട്. ആ നീളമേറിയ ടണലിന്റെ വിവിധ സ്ഥലങ്ങളിലെ മാൻഹോളുകൾ വഴി വളരെ ക്ലേശപ്പെട്ടാണ് ഇവർ അതിനകത്തേക്ക് ഇറങ്ങിയത്. അവിടെ നിന്ന് ചെളിയിലൂടെ കുറെ സഞ്ചരിക്കുമെന്ന് അത്രയും ദൂരം സഞ്ചരിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും കാര്യമായ ഒരു പരിഗണനയും അല്ലെങ്കിൽ ഒരു ഇതും കിട്ടിയിരുന്നില്ല. വീണ്ടും ജോയിക്കുള്ള തിരച്ചിൽ ഉച്ചയ്ക്ക് ശേഷം പുതിയ സംവിധാനം, അതായത് വാട്ടർ പമ്പുകൾ ഉപയോഗിച്ച് നടത്തി. അതും ലക്ഷ്യം കാണാത്തതിനെ തുടർന്നാണ് അരുവിക്കരയിൽ നിന്ന് വലിയ വേഗതയേറിയ പമ്പുകൾ എത്തിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടത്താനുള്ള ഇപ്പോഴത്തെ തീരുമാനം. അതും അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. എന്തായാലും ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഏകദേശം 35 മണിക്കൂറോളം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. സംഭവം നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. തിരച്ചിൽ തുടങ്ങിയെങ്കിലും കാര്യമായ രീതിയിൽ പുരോഗതി ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് സ്കൂബ ഡൈവിംഗിന്റെ വലിയ സംഘങ്ങൾ എത്തി തിരച്ചിലിന് നേതൃത്വം നൽകിയത്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി അവർ പറയുന്നത്, ഈ ടണലിനകത്ത് ഏതെങ്കിലും ഭാഗത്തായിട്ട് ഇയാൾ ഉണ്ടാകും, അല്ലെങ്കിൽ ജോയി കുടുങ്ങിക്കിടപ്പുണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അത്രയധികം മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ് ഈ പ്രദേശത്ത്. വലിയ മാലിന്യവാഹിനിയാണ് ഈ ആമയിഴഞ്ചാൻ തോട്. വർഷങ്ങൾ തന്നെ പഴക്കമുള്ള മാലിന്യങ്ങൾ ചവറുകളിലും മറ്റും കെട്ടിയിട്ടിരിക്കുന്നു. മരക്കഷ്ണങ്ങളുണ്ട്, വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെത്തയുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് നിറഞ്ഞു കിടക്കുന്നു. അതിനിടയിലൂടെയാണ് വെള്ളം ഒലിച്ചിറങ്ങുന്നത്. ഈ സാഹചര്യത്തിൽ തിരച്ചിൽ തന്നെ വലിയ ദുർഘടം പിടിച്ചതായിരുന്നു. എന്തായാലും നിലവിൽ അടുത്ത പമ്പുകൾ കിട്ടുന്നതിന് വേണ്ടി വലിയ പമ്പുകൾ എത്തിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നീക്കം. ശരി, ബിനോയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ തൊഴിലാളിക്കായി തിരച്ചിൽ തുടരുകയാണ്. രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ ഉപയോഗിച്ച് മാലിന്യം നീക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു. ഇപ്പോൾ കൂടുതൽ ശക്തിയുള്ള പമ്പുകൾ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഫ്ലഷിംഗ് പുനരാരംഭിക്കും. അതേസമയം കൊച്ചിയിൽ നിന്നുള്ള നാവികസേനയും പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം അവരും അവിടെ എത്തും. ബിനോയാണ് വിശദാംശങ്ങൾ നൽകിയത്.